അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയ സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ നാടും നഗരവും ഇലക്ഷൻ ട്രെൻഡിലാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിന് ആവശ്യമായ ഒരു വലിയ ഘടകമാണ് രാഷ്ട്രീയം. പക്ഷേ ഇന്ന് നാം ആ രാഷ്ട്രീയത്തെ കേവല വ്യക്തിഹത്യക്കോ പകപോക്കലിനോ ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. നാം മനസ്സിലാക്കുക, രണ്ട് തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യൻ എത്രത്തോളം വലിയ അപകടകാരിയാണ്. രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ വലിയ ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളുമൊക്കെ അവനിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, അവനിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഒരു പ്രവാചക വചനം നാം സാന്ദർഭികമായി ഓർക്കുന്നത് നല്ലതാണ്. അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അക്കല ബി റജുലിൻ മുസ്ലിമിൻ അഖിലതൻ. ഒരാൾ ഒരു മനുഷ്യനെ ഒരു തിന്നൽ തിന്നു, അഥവാ ഒരു മനുഷ്യനെ ഒരാൾ വളരെ വ്യക്തിഹത്യ ചെയ്തു, മോശമാക്കി, ഇകഴ്ത്തി, പരിഹസിച്ചു, ആ രീതിയിലുള്ള ചിത്രീകരണങ്ങളൊക്കെ നടത്തി എങ്കിൽ അവർ വരാനിരിക്കുന്നത് എന്താ? ഫഇന്നല്ലാഹ യുത്ഇമുഹു മിസ്ലഹാ മിൻ ജഹന്നമ. അവൻ തൻ്റെ സഹോദരനെ, അവൻ ഒരു മനുഷ്യനെ എത്രത്തോളം മോശമാക്കി, എത്രത്തോളം ഇകഴ്ത്തി, എത്രത്തോളം വൃത്തികേടാക്കി ചിത്രീകരിച്ചുവെങ്കിൽ അതിന് സമാനമായതിനെ നരകത്തിൽ നിന്ന് അവനെ കൊണ്ട് ഭക്ഷിപ്പിക്കും, അവനെ കൊണ്ട് തീറ്റിപ്പിക്കും. ഇത് ചെറിയ പ്രശ്നമാണോ സഹോദരങ്ങളെ? ഇത് ചെറിയ പ്രശ്നമല്ല. ഇലക്ഷൻ ഇന്നോ നാളെയോ കഴിഞ്ഞു പോകും, പക്ഷേ മനുഷ്യരായ നാം കഴിഞ്ഞു പോവുകയില്ല. ഭൗതിക ലോകത്ത് നിന്ന് നാം കഴിഞ്ഞു പോയാൽ തന്നെ അനന്ത ലോകത്തേക്കാണ് നാം പോകുന്നത്, അനശ്വര ലോകത്തേക്കാണ് നാം പോകുന്നത്. നാം ഓർക്കുക, നാം ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, രാഷ്ട്രീയം നമുക്കാവശ്യമാണ്. നമ്മളുടെ രാഷ്ട്രീയ നിലപാട് എങ്ങനെയായിരിക്കണം? ഭരണ പ്രതിപക്ഷങ്ങളുടെ ഗുണങ്ങളെ, കുറവുകളെ നാം വിലയിരുത്തി ക്ഷേമ രാഷ്ട്രത്തിന് ആവശ്യമായ മാർഗങ്ങളുമായി നാം മുന്നോട്ട് പോവുക. അതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം. നമ്മുടെ രാഷ്ട്രീയം കേവല വ്യക്തിഹത്യകളിലേക്ക് തരം താന്ന് പോവാൻ പാടില്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.